ഇന്ന് രാജ്യത്തെ വികസിച്ചു വരുന്ന സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുകയില്ലേ? ഇതെല്ലാം LDFന്റെ നേട്ടമാണല്ലോ. ഇതൊന്നും ജനങ്ങൾ അറിയരുത്, കാണരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ദുരാരോപണം ഉന്നയിച്ച് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ടതില്ല. ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതാനും വോട്ടിനു വേണ്ടി അവസരവാദ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. എപ്പോഴും തത്വാധിഷ്ഠിതമായ നിലപാടാണ്. വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നത് അത് നാടിനാപത്താണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കേരളം ഈ കഴിഞ്ഞ 10 വർഷം വർഗീയ കലാപമില്ല, വർഗീയ സംഘർഷമില്ല. എന്താ കാരണം? LDF ഭരണത്തിലായതുകൊണ്ടല്ലേ. LDFന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. UDFന് അങ്ങനെ അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമോ? കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഈ 10 വർഷം ഒരു വർഗീയ ശക്തിയെയും ചാരി നിൽക്കുന്ന അനുഭവമില്ല. എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കുക, വർഗീയ സംഘർഷത്തിന് പുറപ്പെട്ടാൽ കർക്കശമായ നടപടി അതിനെതിരെ എടുക്കുക, ഇതല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ ആരും കൊതിക്കുന്ന ജീവിക്കാൻ പറ്റിയ സ്ഥലമായി കേരളം മാറിയില്ലേ? ഇതുപോലെ ശാന്തിയും സമാധാനവും ജീവിത ഭദ്രതയുമുള്ള സ്ഥലം വേറെ എത്രയുണ്ട്? അതല്ലേ LDFന്റെ മാറ്റം, LDFന്റെ നേട്ടം. അപ്പോ ഈ കാര്യങ്ങള് ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റു തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. അതൊന്നും ജനബോധ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ജനങ്ങൾ ശരിയായ ധാരണയോടെ തന്നെ ഇതിനെയൊക്കെ നേരിട്ട് തന്നെ ചെയ്യും, വിലയിരുത്തുകയും ചെയ്യും. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. ആ കേൾക്കുന്ന വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായും ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചുകൂടി. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാവരുടെയും കാണുന്നുണ്ട്, എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്. അല്ലാതെ മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ. സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാ, എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.